വെള്ളിക്കുളങ്ങര കട്ടിപ്പൊക്കത്ത് റോഡരിക്കിടിഞ്ഞു. ഗതാഗതം തടസ്സപ്പെട്ടിട്ട് ഒരാഴ്ച, നടപടിയില്ലെന്ന് പരാതി. മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര കട്ടിപ്പൊക്കത്ത് റോഡരിക്കിടിഞ്ഞു വീണിട്ട് ഒരാഴ്ച പിന്നിട്ടിട്ടും തകർന്ന ഭാഗം കെട്ടിസംരക്ഷിക്കാൻ നടപടിയില്ലെന്ന് പരാതി. റോഡ് അപകടാവസ്ഥയിലായതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നിലയിലാണ്. എത്രയും വേഗം റോഡിന്റെ ഇടിഞ്ഞ ഭാഗം കെട്ടിസംരക്ഷിച്ച് ഗതാഗത സൗകര്യം പുനഃസ്ഥാപിക്കണമെന്ന് പൊതുപ്രവർത്തകനായ സജീവ് കുമാർ പൈങ്കിയിൽ ആവശ്യപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത ശക്തമായ വെള്ളിക്കുളങ്ങര വില്ലേജിലെ കട്ടിപ്പൊക്ക റോഡ് ഒരു 10 അടി ഉയരമുള്ള പഞ്ചായത്ത് റോഡ് മേക്കാടൻ പുഷ്പൻ എന്ന് പറയുന്ന വ്യക്തിയുടെ വീടിൻ്റെ മുൻവശത്തേക്ക് ഇടിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 3 ആഴ്ചക്കാലം കഴിഞ്ഞു. വെള്ളിക്കുളങ്ങര പ്രസന്റേഷൻ ഗവൺമെൻറ്റിലേക്കും ചൊക്കന നായാട്ടുകുണ്ട് റോഡിലേക്ക് പോകുന്ന ജനങ്ങളെ ആശ്രയിക്കുന്ന ഏക റോഡാണത്. അപ്പോൾ ഇതുമൂലം 3 കിലോമീറ്റർ ചുറ്റി വളഞ്ഞു വേണം ചൊക്കന ഭാഗത്തേക്കും വെള്ളിക്കുളങ്ങര സ്കൂളിലേക്കും വാഹനങ്ങൾ പോകണേ. അപ്പോൾ ഇതിപ്പോൾ ഇന്നലെ രാത്രി പെയ്ത മഴയ്ക്ക് റോഡ് ഒന്നുകൂടി ഇടിഞ്ഞ അവസ്ഥയിലാണ്. ഇത് എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് അധികാരികളോ ബന്ധപ്പെട്ട അധികാരികൾ സ്ഥലം സന്ദർശിച്ച് ആ സൈഡ് വാളുകൾ പണിത് എത്രയും പെട്ടെന്ന് റോഡിനെ സുരക്ഷിതത്വത്തിൽ കൊണ്ടുവരണമെന്നാണ് അറിയിക്കാനുള്ളത്. മഴയിലാണ് 10 അടിയോളം ഉയരമുള്ള റോഡിന്റെ സംരക്ഷണ ഭിത്തി കട്ടിപ്പൊക്കത്തുള്ള മേക്കാടൻ പുഷ്പൻ എന്നയാളുടെ വീട്ടുമുറ്റത്തേക്ക് ഇടിഞ്ഞു വീണത്. സ്കൂൾ വാഹനങ്ങളടക്കം നിത്യേന കടന്നുപോയിരുന്ന റോഡിലൂടെ ഇപ്പോൾ ഇരുചക്രവാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. റോഡ് തകർന്നതോടെ പ്രദേശത്തെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് കിലോമീറ്ററുകളോളം ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടാണ്. വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്തതിനാൽ പ്രദേശത്തെ കിടപ്പുരോഗികളെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. പ്രദേശവാസികളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡ് ഇടിഞ്ഞ കാരണം ഒറ്റ ഓട്ടോറിക്ഷ വരെ പോകാൻ പറ്റില്ല. അത് എത്രയും വേഗം പഞ്ചായത്തുകാർ വേണ്ട ആൾക്കാർ അതിന് നടപടിയെടുത്ത് കെട്ടി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.